ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി മുഹമ്മദ് യാസിർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീരാമനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ആ വ്യക്തി ഇട്ടിട്ടുള്ളത്. ഹലോ ഹായ് എസ്പിരി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് ശരിയായ ഒരു പ്രവണതയാണോ? ഒരിക്കലുമല്ല, അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. കാരണം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഹിന്ദു മതത്തെ കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി മുസ്ലിം മതത്തെ കുറ്റപ്പെടുത്തുന്നതും അതുമല്ലെങ്കിൽ ഈ രണ്ടു കൂട്ടരും ക്രിസ്ത്യൻ മതത്തെ കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു വ്യക്തി ഈ രണ്ട് മതത്തെയും അതായത് ഇസ്ലാമിനെയും ഹിന്ദു മതത്തെയും കുറ്റപ്പെടുത്തുന്നതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. കാരണം എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ശരികളും തെറ്റുകളുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മതത്തെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്, ഫോളോ ചെയ്യുക എന്നല്ല. റെസ്പെക്ട് കൊടുക്കണം എല്ലാ മതത്തിനും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി മുഹമ്മദ് യാസിർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീരാമനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ആ വ്യക്തി ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഹിന്ദുത്വ ഓർഗനൈസേഷൻ ഈ വ്യക്തിയെ പൊക്കി. അതിനുശേഷമുള്ള വീഡിയോ ആണ് കണ്ടു നോക്കൂ. भैया हमने ना भगवान जी को गलती से गाली बक दी भैया, अब कभी नहीं करेंगे भैया, आप माफी मांगते भैया, अब कभी जिंदगी में नहीं करेंगे। क्यों भगवान जी को गाली दिया है? राम भगवान गाली क्यों दिया था? भैया हमने ऐसे गलती से बक दी भैया, अब कभी जिंदगी में नहीं बकेंगे भैया, कभी जिंदगी में भगवान जी को हम मानेंगे भैया। भगवान से माफी मांग। भगवान जी माफ कर दो। भगवान जी कहाँ के रहने वाले हो? कहाँ के रहने वाले? हम यहाँ के फतेहपुर के हैं। यहाँ पे हमारे भाई के साथ यासिर, वाइफ का नाम नगमा। ये कहाँ के रहने वाली है? दिल्ली के। हम भी दिल्ली में रहते थे। ഇവർ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇവർ ചെയ്തതിൽ തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. ശരി എന്ന് പറയുന്നത് ഒരു മതത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് പറയണം. അതാണ് അവനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവനെ ചെയ്തത് കണ്ടില്ലേ? അവന്റെ നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ട്. അവനൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തിലകം ചാർത്തേണ്ട കാര്യം അവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാത്തിനും ഒരു നിയമമുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കേണ്ടത് ജനങ്ങളല്ല, ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥയും കോടതികളും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി ചെയ്ത് കോടതിയിൽ നിന്നും തക്കതായിട്ടുള്ള ശിക്ഷ അവൻക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിയമം കയ്യിലെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നിയമം കയ്യിലെടുത്തിട്ടാണുള്ളത്. തെറ്റ് ചെയ്ത് ആരായിരുന്നാലും ശരി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒരു ദൈവത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിനെ കുറിച്ച് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആര് പറഞ്ഞാലും ശരി അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവനെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, മാപ്പ് പറയിപ്പിക്കേണ്ടതും കോടതിയാണ്, അല്ലാതെ ജനങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തിനാണ് പിന്നെ കോടതികളൊക്കെ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അവൻ ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.